നിങ്ങളുടെ പ്രാന്തൊക്കെ മാറിയോടെ ചെക്കന്മാരെ. ഏയ് ഭ്രാന്ത് മാറാനോ? എന്താ ഈ പറയണേ? അതങ്ങനെ മാറാൻ പറ്റുമോ? ഇമ്മാതിരി വെച്ചു പിടിപ്പിക്കൽ കോപ്രായം തൊള്ള പൊളിച്ചാ നോണയും പറയണ അനക്ക് ഇത്ര ഭ്രാന്ത് ഉണ്ടെങ്കിലേ നമുക്ക് കുറച്ചൊക്കെ ഭ്രാന്ത് വേണ്ടേ? അപ്പം എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ വന്നിക്കണതേ നമ്മൾ കുറ്റിപ്പുറം കാക്കല്ലേ, ഓനെ പറ്റി 2 വാക്ക് പറയാൻ വേണ്ടിയിട്ടാ. അല്ല, ഈ ടൂവും കെട്ടവനെ ഇങ്ങനെ നടക്കണേന് എന്തിനാ നമ്മളാ നാടിനെ പറയണല്ലേ? അതുകൊണ്ട് കുറ്റിപ്പുറം കാക്കല്ല, സിലിക്കോൺ കാക്ക, അത് മതി. അല്ല, ആദ്യം തന്നെ അൻ്റെത്തെ അനുവാദം ചോദിക്കട്ടെ, അന്നെ പറ്റിയിട്ട് 2-3 വാക്ക് പറയട്ടെ. അതുകൊണ്ട് തമ്പുരാട്ടിക്ക് വല്ല കുഴപ്പമുണ്ടോ? അല്ല, തമ്പുരാക്കാക്ക് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ പറയുമ്പോൾ എനിക്ക് എന്റെ അക്കൗണ്ട് പ്രീ പ്രൊമോഷൻ ആണ്, നിങ്ങൾ ചെയ്യേ, പ്രൊമോഷൻ ചെയ്യേ. ആ പിന്നെന്താ, അത് കേട്ടാ മതി. പിന്നെ ഇജ്ജ് പറയണ്ടല്ലോ ചെയ്യേന്ന്. എൻ്റെ മാതിരി രാവിലെ തന്നെ ഇതിനായിട്ട് കെട്ടുമാറപ്പൊക്കെ വലിച്ചേറ്റിട്ടേ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചിക്കല്ലോ. പിന്നെ അതുമല്ല, എനിക്ക് ക്യാമറ ഓടിക്കാനൊക്കെ ആളില്ലേ? ക്യാമറ ഓടിക്കാനായിട്ട് മാത്രം ഒരു മൊണ്ണയുണ്ട്, നമുക്കതൊന്നും ഇല്ലേ. അപ്പം ഇജ്ജ് പറയണ മാതിരി എപ്പോഴൊന്നും ചെയ്യാൻ പറ്റൂല, ഇടയ്ക്ക് എപ്പോഴേലൊക്കെ അത് അങ്ങനെ ചെയ്യണ്ട്. അപ്പം എന്തായാലേ ഇവൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്കേ എന്നാൽ നമുക്കണ്ട് തുടങ്ങിയാലോ? എന്നാ വരി. അപ്പം എന്നാലേ ഈ കാക്ക കടന്ന് ഇങ്ങനെ മെഴുകണുണ്ട്, അതെന്താണെന്നൊന്ന് കേട്ടോക്കിയാലോ? പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഞാൻ പറയുമ്പോൾ ഇത് വലിയ വിവാദമാവുന്നത് എന്നാണ്. ആ അതാണ്, ഇജ്ജ് പറയുമ്പോൾ മാത്രം വിവാദമാണ്. എന്താണെന്നറിയോ? ഇടക്കും തലക്കൊക്കെ ആ തൊള്ളയും കൊണ്ടേ സത്യം പറയണം. ഇതെപ്പോൾ നോക്കിയാലേ ആ വായിന്ന് വരുന്നതേ കടിച്ചാ പൊട്ടാത്ത നുണകളാണ്, അതാണ് ഒന്നാമത് വിവാദമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് വേണ്ടതും വിവാദമാണ്. ഈ ഇടയായിട്ടേ ഇജ്ജ് എന്തൊക്കെ വിവാദങ്ങളാണ് ഉണ്ടാക്കിക്കണേ? ഗർഭവിവാദം, കൊലവെട്ടി വിവാദം, പിന്നെ നേരങ്ങത്തിൽ പടച്ചോണിയും പേടിച്ച് ജീവിക്കണ ഒരു കുടുംബത്തിൽ നിന്നേ ഒരു കിഴങ്ങനെയും പിടിച്ചു കൊടുന്നു, അതും ഒരു വിവാദം. അങ്ങനെ കുറെ വാദങ്ങൾ ഉണ്ടാക്കിയിട്ട് വന്ന ആളല്ലേ ഇജ്ജ്. ആ ബാക്കി പറയും. ഞാൻ എന്റെ സുഹൃത്ത് ആയിരുന്നു ആ കുട്ടി, ഇപ്പൊ അല്ല. ആ കുട്ടി പറഞ്ഞില്ല സുഹൃത്തല്ല. ഇപ്പൊ ഞാൻ ഒരു സർജറി ചെയ്ത വ്യക്തിയാണ്. ഞാൻ സർജറി ചെയ്ത് ഒരു പെണ്ണായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ സർജറി ചെയ്ത ഭാഗം എന്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ കാണിച്ചു. എന്ത് സർജറി? എന്ത് പെണ്ണാകുക? ഇജ്ജ് 2 സിലിക്കോൺ കൊണ്ട് കുത്തി കയറ്റി കഴിഞ്ഞാൽ ഇജ്ജ് പെണ്ണാകുമോ? ഇജ്ജിപ്പോൾ അത് പിടിപ്പിച്ചിക്കണതേ അനക്ക് പെണ്ണുങ്ങളെ പോലെ റീൽസ് ഇടാൻ വേണ്ടിയിട്ടല്ലേ? മറ്റേത് ചിരട്ടയാകുമ്പോഴേ അതിന്റെ രോമം കുത്തിയിട്ടേ അനക്ക് അലർജി ആയിരുന്നു, അതാണ് ഇപ്പൊ ഇജ്ജ് ചിരട്ട മാറ്റിയിട്ടേ സിലിക്കോൺ ആക്കിയത്. പിന്നെന്താ പറഞ്ഞ് എൻ്റെ സുഹൃത്തായത് കൊണ്ടാണ് ഞാൻ കാണിച്ചു കൊടുത്തതെന്നോ? എന്നാലും ഇജ്ജൊരു കാര്യം ചെയ്യേ, ഒരു ടിക്കറ്റ് വെച്ചിട്ടേ എൻ്റെ സുഹൃത്തുക്കളൊക്കെ വിളിക്ക്, എന്നിട്ട് ഒരു ഷോ ഉണ്ട് നടത്തിക്കളാം. അത് കാണാനല്ലേ ഇപ്പൊ എല്ലാവർക്കും തിടുക്കം. അയ്യോ, കാണാൻ പറ്റിയൊരു സാധനം. ഇജ്ജ് എന്തെന്നെ കാട്ടിയിട്ടും കാര്യമല്ല, പടച്ചോ നന്നല്ലാതെ സുമ്മ അങ്ങനെ വെച്ചുപിടിപ്പിച്ചതൊക്കെ അല്ലേ, അതൊക്കെ ഡ്യൂപ്ലിക്കറ്റാ. എന്നിട്ട് എൻ്റെ ഡ്യൂപ്ലിക്കറ്റ് കാണാനേ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുക, ഒന്ന് പൈക്കയങ്ങായി. പിന്നെ ഇജ്ജ് അങ്ങോട്ട് വിളിച്ച് കാട്ടി കൊടുത്താന്നുള്ളതേ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിക്കോളും. പിന്നെ എൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താന്നുള്ളതേ ഈ വീഡിയോ പറയും. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും ഞാൻ. ഇതാ കണ്ടില്ലേ, ഇതിപ്പോ റീലാണെങ്കിലേ സത്യത്തിൽ ഇതാണ് റിയല്. അതിപ്പോ ആ പെണ്ണിനെ വിളിച്ച് കാട്ടി കൊടുത്തപ്പോഴേ അത് സത്യായില്ലേ? എന്തിനാടെ നാണം കെട്ടവനെ? ഒരാണായിട്ടിരിക്കണ ജയ് ഒരു അന്യ പെൺകുട്ടിക്കാൻ്റെ സാമാനം കാട്ടി കൊടുക്കാൻ പറ്റുമോ? തെണ്ടിത്തരം ചെയ്തതും പോരാ, എന്നിട്ട് കടന്ന് മെഴുകണണ്ടില്ലേ? മെഴുകൽ കഴിഞ്ഞിട്ടില്ല, ഇതൊന്നും കണ്ടോക്കി. ഒന്നും കേട്ടാല് ഡൗൺ ആയി വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയേ അല്ല ജാസി. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്തൊക്കെ കൊടുന്നാലും എന്തൊക്കെ വലിച്ചയച്ച് സോഷ്യൽ മീഡിയ ഇട്ടാലും ജാസി മറ്റേ മാനാൻ എടുക്കുന്ന തട്ട് താന്ന് തന്നെ ഇരിക്കുന്നു പറഞ്ഞ പോലെ അങ്ങനെ തന്നെ ഇരിക്കും. എന്തോന്ന് മാറാലെടുക്കണ തട്ടോ? എന്തൊക്കെ ഈ പറയുന്നത്? പിന്നെ നമുക്ക് നല്ലോണം അറിയാം അന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലാന്ന്. കാരണം ഇതൊക്കെ കേട്ട് കഴിഞ്ഞാലേ ഇത്തിരിയെങ്കിലും ഒരു ഉൾപ്പ് വേണ്ടേ? അതില്ലല്ലോ. അതുണ്ടെങ്കിൽ ഇജ്ജിപ്പോ ഈ കൊച്ചിക്കോലം കെട്ടി നടക്കുവോ? പിന്നെ അതുമല്ല, ഓന്റെ കയ്യൊക്കെ മടക്കിയിട്ടേ എന്താ ഓന്റെ ഡയലോഗ് അടി? നാണോ മാനോ ഇല്ല എന്നുള്ളത് ഇജ്ജ് എന്നേ തെളിയിച്ചാണ്. അപ്പൊ പിന്നെ മാറാല തട്ടണിനെ കുറിച്ചിട്ടൊന്നും ഇജ്ജ് പറയണ്ട, ഇജ്ജിപ്പോ ഇതിന്റെ ബാക്കി പറയും. ആ കുട്ടി ട്രോളുന്ന രീതിയിൽ വളരെ മോശമായിട്ട് അങ്ങനെ അപ്പുറത്തേക്ക് മോള് കേൾക്കാത്ത അത്രയ്ക്ക് തെറി പറയാനൊക്കെ എനിക്കറിയാം. ജാസി മലപ്പുറംകാരനാണ്. അങ്ങനെ വരട്ടെ, മലപ്പുറംകാരൻ ആണ്. അതന്നെ ഇക്കണ്ട ജനങ്ങൾ മൊത്തം പറയണതേ. കാര്യല്ല, കാരനാണ്. പിന്നെ എന്നോട് ആരാ പറഞ്ഞ മലപ്പുറംകാര് തെറി പറയുന്ന ആൾക്കാരാണ്? എൻ്റെ ഒരു അറിവിലേ നല്ലോണം അത്യാവശ്യം സ്നേഹിക്കാൻ അറിയുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. അല്ലാതെ എൻ്റെ മാതിരിയേ തൊള്ള തുറന്നു കഴിഞ്ഞാലേ നുണ പറയും തെറി പറയുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് എൻ്റെ ഈ കച്ചറ വർത്താനേ ഇജ്ജ് മലപ്പുറത്തിന്റെ മണ്ടക്കിടണ്ട. ഇജ്ജ് എന്തായാലും ബാക്കി പറയേ. പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് തെറി പറഞ്ഞ് അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യാൻ എനിക്ക് അറിയാം.
മനസ്സിലായ? പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്, കുറെ തെറിയൊക്കെ പറഞ്ഞു ഭയങ്കര ആഷ്പൂഷായിട്ട് എടാ ഒറ്റ മോനെ മറച്ച മോനെ എടാ പോ എന്നൊക്കെ പറഞ്ഞ് തെറി പറയുമ്പോ ഓ അവള് ഭയങ്കര സ്ട്രോങ് ആണ്, അവള് ഒരു പെൺ പുലിയാണ്. എടാ നാണമില്ലേ? ചോറല്ലേ കഴിക്കുന്നത്? നമ്മള് കേരളത്തിൽ അരിഭക്ഷണമല്ലേ? അതേ കാക്ക, അരി ഭക്ഷണം തന്നെ കഴിക്കണ്. അതുകൊണ്ടല്ലേ എൻ്റെ മുഖംമൂടിയെ കഴിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ എൻ്റെ ഫാൻസിൻ്റെ മാതിരിയേ സിലിക്കോണൊക്കെ പിടിപ്പിച്ച് കണ്ടിട്ടേ ലൈക്കും ഷെയറൊക്കെ തന്നിട്ടേ സൂപ്പറാണെന്നൊക്കെ പറയില്ലേ. അതിനെന്തായാലും നമ്മളെ കിട്ടൂല. ഓ എന്താ മോൻ്റെ നാക്ക്, എവിടെയായിരുന്നു? പിന്നെ ഒരു കാര്യമുണ്ട്, ജാണല്ലേ അതിൻ്റെ ഹുങ്കണക്കുണ്ടാവും. ഞാൻ എവിടെയും കുഞ്ഞു നിൽക്കാൻ പോയിട്ടില്ല. ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ ഒരാളെ കൂടെ തന്നെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വേറെ ആൾക്കാരുടെ ലൈഫിലേക്ക് കയറിയിട്ട് എൻ്റെ കല്യാണമാണ് അല്ലെങ്കിൽ എൻ്റെ സേവ് ഡേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കൂടെ കുറെ നടന്നിട്ട് സേവ് ഡേറ്റും കഴിഞ്ഞ് അടുത്ത അവനെ ചവിട്ടി വേറൊരാളുടെ കൂടെ നടക്കും, എന്നിട്ട് അവരുടെ കൂടെ സേവ് ഡേറ്റ് ആയിട്ടും കല്യാണം കഴിയും. അതെനിക്കില്ല. എൻ്റെ പൊന്നോ, ഞാൻ എവിടെയും കുഞ്ഞു നിൽക്കാൻ പോയിട്ടില്ല. അല്ല മാനെ, അപ്പൊ ഇജ്ജുവാൻ്റെ അപ്പൂപ്പന്താടി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണത് എന്താ? അതിന്റെ പേരെന്താണ്? എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കാട്ടോ. പുള്ളും കോട്ടിയും കളിച്ചല്ലേ? അപ്പൊ ഇനി ഇജ്ജത് പറയണ്ട. അൻ്റെയൊക്കെ ഒരവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കണേ. കാലാകാലം ഇങ്ങനെ കുഞ്ഞിക്കണ്ടേ, വല്ലാത്തൊരവസ്ഥ. പിന്നെന്താ പറഞ്ഞേ, ഞാൻ ആരുടെ കൂടിയും പോയിട്ടില്ലാന്നോ? നേരങ്ങത്തിൽ പെണ്ണും കെട്ടിയിട്ടേ ആ ബിരിയാണി തിന്നിട്ടേ ആ പെണ്ണിൻ്റെ ഒപ്പം കുറച്ച് ദിവസം ജീവിച്ചും ചെയ്തുക്കണു. എന്നിട്ട് കുറെ ആൾക്കാരെ ജീവിതം തൊളിച്ച ആളാണ് ഈ പറയണതേ. ഞാൻ ആരുടെ കൂടി പോയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ തൊള്ള പൊളിച്ചാന്നോണുള്ളൂ പറയാ. വേണമെങ്കിൽ ഇതാ ഒരു ഉദാഹരണം കണ്ടോക്കി. നടേഷിന്റെ കല്യാണത്തിന് പറഞ്ഞു ചെയ്യിപ്പിച്ചതാ, ഓൺലി 2 lakh. പിന്നെ ഗോൾഡ് തെറിമണിയാണ്, അതെല്ലാവർക്കും അറിയാം, തെറിച്ച മണിയാണെന്ന് കേട്ടോ. അതിന്റെ യഥാർത്ഥ വില എത്രയെന്ന് അറിയണ്ടേ? അതാണ് 1800 രൂപ. എന്നിട്ടാണ് അവൻ പറയണേ ഓൺലി 2 lakh. എന്താ ബനൊക്കെ പറയാ. ഇനിയിപ്പൊ അതും വേണ്ട, ആരാ കൊടുത്തതെന്ന് അറിയണ്ടേ? അതൊന്നും കണ്ടോക്കി. അപ്പൊ ഈ ബ്യൂട്ടിഫുൾ സാരി എനിക്ക് തന്നുള്ളത് ഹിമയ ബൈ രമ്യ എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. നല്ല ഇതാ കണ്ടില്ലേ, അതും ഓൺലൈനായിട്ട് വാങ്ങിയത്. എന്തിനാടെ ചങ്ങായി ഇങ്ങനെ നുണ പറഞ്ഞിട്ട് ജീവിക്കണേ? നുണ പറയാനേ ഒരു ഉളുപ്പും മാനവസാരല്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? ഇത്രയൊക്കെ ചെയ്ത് നടന്നിട്ടേ പിന്നെ ഓൻ വന്നിട്ട് ഇങ്ങനെ ന്യായീകരിക്കുമ്പോ എന്താ അതിനൊക്കെ പറയാ? അതൊന്നും കണ്ടോക്കി. അമ്മമാരും പോയിട്ട് നീ എന്നെ ട്രോളി ഞാനങ്ങ് ഇരുന്ന് ഞാനങ്ങ് വിഷമിച്ച് അക്കൗണ്ട് ഡിലീറ്റ് ആക്കി പോകുന്ന മുഴുവൻ തോന്നിയെങ്കിൽ നടക്കൂല. നടക്കണ്ട, എൻ്റെ നടത്തേ എല്ലാരും കണ്ടതാണ്. ഒരു നഖം വെട്ടീനേ അലാക്കിന്റെ മൂലക്കുരുള്ളമാരി അജ്ജ് നടന്നീന്ന് ഓർക്കുന്നുണ്ടോ? പഠിച്ച കള്ളനാണ്. കക്കാനും അറിയാം, അതേമാതിരി നിൽക്കാനും അറിയാം. അല്ല, ആ അപ്പൂപ്പന്താടിനെ അവിടെ എവിടെയും കാണുന്നില്ലല്ലോ. അതിന്റെ ബാക്കിൽ നിൽക്കുന്നുണ്ടാവൂലേ? ആ ക്യാമറന്റെ ബാക്കിൽ നിന്നേ ഒരു കൊറ്റനാടിന്റെ ചെറിയ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എടാ മൊണ്ണാശിയെ, അനക്കൊന്നും അവന്റെ മൂട്ടിൽ ഇങ്ങനെ നിൽക്കാനേ യോഗം. എൻ്റെ ജീവിതമല്ലേ ആ മല്ലന്റെ കഷത്തിന്റെ അടിയിൽ പെട്ടു. എന്താ എൻ്റെ ഒരു അവസ്ഥ? മൊണ്ണായിട്ട് ജീവിച്ചിട്ടേ മൊണ്ണായിട്ട് മരിക്കാനൊക്കെ എൻ്റെ യോഗം. പിന്നെ ജാസിയെ, എനിക്കൊരു ഉപദേശം തരാം. ഇജ്ജൊരു കുണ്ടനാണ്, അതുകൊണ്ടേ അധികം ഡയലോഗൊന്നും അടിക്കണ്ട. ആണുമല്ല പെണ്ണുമല്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു കുണ്ടനാണ് ഇജ്ജ്. പിന്നെ അന്യൊന്നും ജനങ്ങൾ കൈവെക്കാത്ത എന്താണെന്നറിയോ? അത് ജനങ്ങളെ നല്ല മനസ്സ്. ഇജ്ജൊക്കെ എങ്ങനെയും പണ്ടാരടക്കി ജീവിച്ചു പോയിക്കോട്ടെ എന്ന് എഴുതിയിട്ട്. അപ്പൊ അധികം ഒച്ചുണ്ടാക്കിയിട്ടേ ആ രണ്ടും കെട്ട സ്ഥാനം ഇല്ലാതാക്കണ്ട. മുണ്ടാതിരിക്കണതാണ് കുണ്ട അനക്ക് നല്ലത്. അങ്ങനെ ആകുമ്പോ എന്താണെന്നറിയോ? നമ്മളും മുണ്ടാതിരിക്കും. അപ്പൊ ഇവനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലേ ഓനെന്നെ പറഞ്ഞിക്കണു ഓനക്കൊരു ഉളുപ്പില്ലാന്ന്. അപ്പൊ എന്നാ ഇനി അധികം വലിച്ചു നീട്ടണ്ട. അപ്പൊ എന്തായാലും മറ്റൊരു കുണ്ടൻ നായ്ക്കള വീഡിയോ അല്ലാതെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.